സ്റ്റമക് ക്യാൻസേഴ്സിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ ഡോക്ടർ? ഇപ്പം അതൊരു കൺസിസ്റ്റൻ്റ്ലി സ്റ്റമക് ക്യാൻസർ എന്ന് പറയുന്ന സ്റ്റമക് ക്യാൻസർ എന്ന് പറയുന്ന വയറിലുണ്ടാകുന്ന എല്ലാ ക്യാൻസറിനെയും സ്റ്റമക് ക്യാൻസർ എന്ന് പറയും. ഞങ്ങൾ സ്റ്റമക് ക്യാൻസർ എന്ന് പറയുന്നത് ആമാശയം എന്ന് പറയുന്ന ഒരു അവയവത്തിനുണ്ടാകുന്ന ക്യാൻസറാണ് സ്റ്റമക് ക്യാൻസർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ക്യാൻസർ നമ്മൾ ആ വായുന്ന ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന അന്നനാളം എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു കുഴലാണ്. ആ കുഴലിനകത്ത് തന്നെ ക്യാൻസർ ഉണ്ടാവാം, ആമാശയത്തിനകത്ത് ക്യാൻസർ ഉണ്ടാവാം, ലിവറിനകത്ത് ക്യാൻസർ ഉണ്ടാവാം, ഇപ്പോൾ പിത്തസഞ്ചി പിത്തക്കുഴലിനകത്ത് ക്യാൻസർ ഉണ്ടാകും, പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ആഗ്നേയഗ്രന്ഥി എന്ന് മലയാളത്തിൽ പറയും, അതിനകത്ത് ക്യാൻസർ ഉണ്ടാവാം, ചെറുകുടലിൽ ക്യാൻസർ ഉണ്ടാകും, വൻകുടലിൽ ക്യാൻസർ ഉണ്ടാകും. അപ്പോൾ ഇവിടെയൊക്കെ ക്യാൻസർ ഉണ്ടാകുന്നത് നമ്മൾ സ്റ്റമക് ക്യാൻസർ എന്നാൽ പൊതുവേ ജനം പറയാറ്. അപ്പം ഇതിനകത്ത് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന സിംറ്റംസ് വേറെയായി. ഇപ്പം അന്നനാളത്തിലുണ്ടാകുന്ന ചെറിയൊരു കുഴലായതുകൊണ്ട് തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനകത്ത് ഒരു ചെറിയ മഴയായാൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഇവിടെ എന്തോ തടസ്സം ഉള്ളതുപോലെ. അപ്പോൾ ആദ്യം ഒരു പക്ഷേ കട്ടിക്കുള്ള ആഹാരം കടന്നു പോകുന്നതിനായിരിക്കും തടസ്സം ഉണ്ടാകുന്നത്, പിന്നെ ഒരു മൃദുവായുള്ള സാധനം കടന്നു പോകുന്നതിന് തടസ്സം ഉണ്ടാകും, പിന്നെ വെള്ളം കടന്നു പോകുന്നതിന് തടസ്സമാണ്, പിന്നെ ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാകും. ചിലവർക്ക് അത് കവിട്ടി വരിക എന്നുള്ള സംഭവമായിരിക്കും. അത് ഏത് അവയവത്തിനെ ബാധിച്ചിരിക്കും. ഇപ്പോൾ ആമാശയം എന്ന് പറഞ്ഞാൽ വലിയൊരു അറയാണ്, അതിൻ്റെ ഒരു മൂലയ്ക്കൊരു മുഴ ഉണ്ടായപ്പോൾ നമ്മൾ ഇരുന്ന് കളയും. അൺലെസ് അതൊരു ബ്ലീഡിങ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ അത് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സോ വാട്ട് വുഡ് ബി ദാറ്റ് വൺ സിംപ്റ്റം വൺ സിംറ്റം എന്ന് പറഞ്ഞാൽ ആ സിംറ്റം വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിരിക്കും. ആ വൺ സിംറ്റം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ആണ്. അത് പക്ഷേ വെയിറ്റ് ലോസ് ആണ്. അതായത് നമുക്ക് അൺഎക്സ്പ്ലെയിൻ വെയിറ്റ് ലോസ് എന്ന് പറയും. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ പക്ഷേ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകുമ്പോഴത്തേക്ക് ക്യാൻസറിൻ്റെ സെല്ലിനൊരു മെറ്റബോളിസം ഉണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസിനെക്കാട്ടി കൂടുതലാണ് അത് കടന്നു പോകുന്നത്. അതിനകത്ത് കാറ്റബോളിസം, അതായത് ഈ ഊർജ്ജത്തിനെ കൂടുതൽ വ്യയം ചെയ്യുന്നതാണ് അതിനകത്തുള്ള സെൽസ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഈ കാറ്റബോളിസം വഴി കടന്നു പോകുക കാരണം നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നില്ല. അങ്ങനെയാണ് വെയിറ്റ് ലോസ് വരുന്നത്. പക്ഷേ വെയിറ്റ് ലോസ് നമ്മൾ പ്രകടമാകുന്ന രീതിയിലേക്ക് വെയിറ്റ് ലോസ് വരുമ്പോഴത്തേക്ക് ഇത് അഡ്വാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വൺ സിംറ്റത്തിന് വേണ്ടി കാത്തിരിക്കാതെ കാത്തിരിക്കാതെ വയറ്റിൽ എന്ത് പ്രയാസം ഉണ്ടായാലും, ഒരുപക്ഷെ നിങ്ങൾക്കൊരു ദഹനപ്രശ്നമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്യാസായിട്ടായിരിക്കാം തോന്നുന്നത്, അല്ലെങ്കിൽ ആഹാരം ഇറക്കുന്നതിന് പ്രയാസമായിരിക്കും, മോഷനിലൂടെ ബ്ലഡ് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമായിരിക്കാം. ഇതെല്ലാം സിംറ്റംസ് ആണല്ലോ. അല്ലെങ്കിൽ വയറ് വേദനയായിരിക്കും, അല്ലെങ്കിൽ നട്ടലിനുണ്ടാകുന്ന വേദന. പാങ്ക്രിയാറ്റിക് ക്യാൻസറൊക്കെ നട്ടലിനാണ് വേദന വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേദന ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഏത് സിംറ്റംസ് ഉണ്ടായാലും സ്ഥായിയായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ, ഒരു ദിവസമോ 2 ദിവസത്തെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾക്ക് സഹിക്കാൻ നോക്കാം. സ്ഥായിയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഡോക്ടറെ കൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഒട്ടുമിക്ക ഉദര ക്യാൻസർ രോഗങ്ങളും ഏർലി ഡിറ്റക്ഷനിൽ ക്യൂർ ചെയ്യാവുന്നതാണ്. ക്യൂർ എന്നുള്ള വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നു. ആ രോഗിക്ക് പിന്നെ അസുഖം ഉണ്ടാവില്ല, ക്യാൻസർ ആണെങ്കിൽ കൂടി. ആ ക്യൂർ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈസിയല്ലേ. ഇപ്പോൾ കീഹോൾ സർജറി വന്നതുകൂടി ഏത് തരത്തിലുള്ള ക്യാൻസർ നമ്മൾ കീഹോൾ വഴി ചെയ്യാവുന്നതുകൊണ്ടും, കീഹോൾ ചെയ്തുകൊണ്ടുള്ള കേവലം ഒരു നമ്മുടെ ഈ സൗന്ദര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അതായത് വലിയ മുറിവുണ്ടായി നമ്മൾ കാണിക്കേണ്ടി അതില്ല, സ്ക്രാച്ച് അത് മാത്രമല്ല. കീഹോൾ ചെയ്യുന്നത് നമുക്ക് ഏർലി റിക്കവറിയാണ്. ഇപ്പോൾ ഒരു സ്റ്റമക് ക്യാൻസർ അല്ലെങ്കിൽ വേറൊരു ക്യാൻസറിന്, ഒരു കൊളറക്ടൽ ക്യാൻസറിന് നമ്മൾ പല തരത്തിലുള്ള സർജറി ഒരു വിഭാഗം മാത്രമാണ്. ചിലപ്പോൾ കീമോതെറാപ്പി വേണ്ടി വരും, ചിലപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി വേണ്ടി വരും, ചിലപ്പോൾ റേഡിയോതെറാപ്പി വേണ്ടി വരും. ഇതിനെല്ലാം നമ്മളൊരു സർജറിയാണ് അതിൻ്റെ പ്രൈം ട്രീറ്റ്മെൻറ്റ് എന്നിരിക്കുമെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് അതിവേഗത്തിൽ ഇത്രയും നേരത്തെ കൊടുക്കാൻ പറ്റും എന്നുള്ള സാധ്യത ഈ കീഹോൾ സർജറിയിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരു നേരത്തെ വയറ് തുറന്നുള്ള ഓപ്പറേഷനിൽ ഒരു കൊളറക്ടൽ ക്യാൻസർ എടുത്തു മാറ്റി നമ്മളൊരു മിനിമം 1.5 മാസം കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഇതെല്ലാം മുറിവെല്ലാം ഉണങ്ങണ്ടേ. മിനിമലി ഇൻവേസീവ് സർജറി വെച്ച് ചെയ്താൽ ചെറിയ മുറിവുകളാണ്. ചെറിയ മുറിവുകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങും, ഹീലിംഗ് ടൈം ഡ്യൂറേഷൻ കുറയും. അതുകൊണ്ട് തന്നെ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട്, അതും ഈ അടുത്ത ഘട്ടത്തിൽ നിന്ന് ബാക്കിയിരിക്കുന്ന സെല്ലുകളെ നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഈ അടുത്ത ഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി ഏതെങ്കിലും തരത്തിലുള്ള തെറാപ്പി ഉദ്ദേശിക്കുന്നു. അത് അതിവേഗത്തെ ചെയ്തുകൊണ്ട് പേഷ്യന് എന്തായാലും പ്രയോജനമല്ലേ ഉണ്ടാവുള്ളൂ.
അതുകൊണ്ട് കേവലം ഇതിനെ ഒരു സൗന്ദര്യത്തിൻ്റെ പ്രശ്നമായിട്ട്, അതായത് കീ ഹോൾ ചെയ്യുന്നത് ചെറിയ മുറിവ് ഉണ്ടാവും എന്നുള്ള ആ കൺസെപ്റ്റ് മാറ്റി ഈ ഒരു ഇതിന്, അതാണ് ഞാൻ എല്ലാ ക്യാൻസർ സമ്മേളനങ്ങളിലും ഞാൻ സംസാരിക്കുന്നത്, ഇതൊരു നേരത്തെ ആക്കാൻ പറ്റുന്നുള്ളൂ. ഭയങ്കര ഡിറ്റക്ഷൻ അല്ല, ഏർലി ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറ്റുന്നു എന്ന് തോന്നുന്നത്. ബേസിക്കലി ഡോക്ടർ പറയണത് ചെറിയൊരു ടൈറ്റ്നസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാഴ്ചയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വയറിനൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ, അതുകൊണ്ട് ഈ കോശങ്ങളെ നമുക്ക് നശിപ്പിക്കാമെന്നുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന കീ ഹോൾ സർജറി തന്നെയാണ്. പക്ഷേ കീ ഹോൾ സർജറി എന്ന് പറഞ്ഞ കണക്ക് പുതുതായിട്ട് എവോൾവ് ചെയ്തുള്ളൊരു, പ്രത്യേകിച്ച് അഡ്വാൻസ് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് എവോൾവ് ചെയ്ത സാധനം. അതുകൊണ്ട് അതിനകത്തുള്ള വൈദഗ്ധ്യം വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എങ്ങനെയും ചെയ്താൽ മതി എന്നുള്ള രീതിയിലല്ല, അത് കൃത്യതയോടുകൂടി ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇങ്ങനെ തന്നെ ഇപ്പം ഒരു കൊളറക്ടൽ ക്യാൻസർ എടുക്കണമെന്നുണ്ട്, ഇത്ര കഴലകൾ, അതായത് കഴലകളെന്ന് പറയുന്നത് അതിൻ്റെ രക്തക്കുഴലുകളോട് അനുബന്ധിച്ച് കുറച്ച് കഴലകൾ, നമ്മുടെ തൊടയിടുക്കിലുണ്ടാകുന്ന കഴല ഉള്ളിലുമുണ്ട്, നമ്മുടെ വയറ്റിനുള്ളിലുമുണ്ട്, അത് ഇത്ര നമ്പർ എടുക്കണമെന്നൊക്കെ നിർബന്ധമുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അതനുസരിച്ചിട്ട് കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കീ ഹോൾ സർജറി തന്നെ ധാരാളമാണ്.